സംഭവിച്ച ഒരു ഫണ്ടമെന്റൽ ചേഞ്ചിനെ സംബന്ധിച്ച് അധ്യാപകർ പോലും തികച്ചും അജ്ഞരാണ് എന്ന് പറയുന്നത്. കാരണം ഒരു ഫണ്ടമെന്റൽ ചേഞ്ച് ഈ മേഖലയിൽ നടന്നു. നേരത്തെ ഉണ്ടായിരുന്നത് ഫോർമൽ എഡ്യൂക്കേഷനാണ്, അതിന്റെ ലക്ഷ്യം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. ഇന്ന് ഉള്ളത് ഫോർമൽ എഡ്യൂക്കേഷൻ അല്ല. ഇന്ന് അങ്ങനെ സിസ്റ്റോ കുറെ ബിൽഡിങ്ങും ക്ലാസ് മുറിയും ഡെസ്ക് ബെഞ്ചിൽ ഉള്ളതുകൊണ്ട് ആ രീതി ഇങ്ങനെ തുടരുന്നത് മാത്രമല്ല, അത് മാറി എന്ന് പറയാൻ കാരണം ഇതിന് ശരിക്കും ഇത് ഒറിജിനൽ ഡോക്യുമെന്റിലൂടെ കടന്നു പോകണം. അതിനകത്ത് ഒന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോളജ് cannot be communicated but be constructed by an individual or individuals through their own experience എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ അനുഭവത്തിൽ നിന്ന് ഒരാള് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ നിർമ്മിച്ചെടുക്കുന്നതാണ് ജ്ഞാനം. ഈ ജ്ഞാനം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. നിർമ്മിക്കുന്നതാണ് ജ്ഞാനം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ടീച്ചിങ് ഇല്ലാണ്ടാവുന്നത്. കാരണം ടീച്ച് ചെയ്യണമെന്നുണ്ടാവണം ഒരു കോമൺ നോളജ്, ഒരു കോമൺ റിയാലിറ്റിയെ സംബന്ധിച്ചുള്ള ഒരു കോമൺ നോളജ് ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമാകുന്ന പൊതു ശരി ഉണ്ടാവണം. ഇവരെ ഫിലോസഫി അനുസരിച്ച് പൊതു ശരിയില്ല. ഓരോരാൾക്കും ഓരോ ശരിയാണ്. ഓരോരാളും അവരെ അനുഭവങ്ങളിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ശരിക്കും അവരുടെ റിയാലിറ്റി, അവരുടെ നോളജ്, അവരുടെ സത്യം എന്നാണ് പറയുന്നത്. ഇത് ഇങ്ങനെ ആയതുകൊണ്ടാണ് വാസ്തവത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ തെറ്റും ശരിയുമില്ല. തെറ്റിട്ട് കൊടുക്കില്ല, തെറ്റാൻ പാടില്ലെന്നാണ്. കാരണം തെറ്റും ശരിയില്ല. ഇപ്പോഴും നിങ്ങൾ നോക്കാം, ഇപ്പോഴും ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഡിറ്റ് ദ ഫോളോയിങ് കൊടുക്കും, എഡിറ്റ് ദ ഫോളോയിങ്, കറക്റ്റ് ദ ഫോളോയിങ് കൊടുക്കില്ല. കാരണം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ശരിയില്ല, കോമൺ ശരിയില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ വിഷയം. മാത്രമല്ല ഇനി അക്ഷരത്തിന്റെ സ്ഥലത്ത് പറയും ടീച്ചർ പറയാത്ത പ്രശ്നമുണ്ട്. കാരണം ഇവരെ രീതി അനുസരിച്ച് അക്ഷരമില്ല. എന്താ എഴുതിച്ചെന്നറിയോ? റീഡിംഗ് ഈസ് എ സൈക്കോ-ലിംഗ്വിസ്റ്റിക് ഗെസ്സിംഗ് ഗെയിം. Psycho-linguistic guessing game. Reading means meaning making even without knowing the alphabet. Even without knowing the alphabet. എന്ന് പറഞ്ഞാൽ അക്ഷരം അറിയാതെ തന്നെ ഒരു ഊഹ വായനയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യം. ഉദാഹരണം പറയുന്നത് ടിവിയിൽ നിരന്തരമായി പരസ്യം കാണുന്ന ഒരു കുട്ടി, അപ്പൊ കൊക്കക്കോളയുടെ പരസ്യം കാണുന്നു. അങ്ങനെ പരസ്യം നിരന്തരമായി കാണുന്ന കുട്ടി പെട്ടെന്ന് പരസ്യം കാണുമ്പോൾ കൊക്കക്കോള എന്ന് വായിക്കും. ഇതാണ് യഥാർത്ഥ വായന, ജൈവ വായന. അവർ ഉപയോഗിച്ച വാക്ക് ഓർഗാനിക് റീഡിംഗ് ആണ്. അപ്പൊ ഗ്രാഫിക് റീഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു സ്യൂഡോ റീഡിംഗ് ആണ്. ഓർഗാനിക് റീഡിംഗ് ആണ് വേണ്ടതാണ് പഠിപ്പിച്ചത്. അപ്പൊ അക്ഷരമില്ല. ഇത് മാത്രമല്ല, വായനയില് ഇത് കൃത്യമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വായനയിൽ മസ്തിഷ്കം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ന്യൂറോ സയൻസ് ആണ്. അത് തെളിയിക്കപ്പെട്ടതാണ്. 1990 മുതലുള്ള FMRI സ്കാനറുകൾ ഉപയോഗിച്ച് അത് തെളിയിക്കപ്പെട്ടതാണ്. മാത്രമല്ല അക്ഷരജ്ഞാനമുള്ള മസ്തിഷ്കവും അക്ഷരജ്ഞാനം ഇല്ലാത്ത മസ്തിഷ്കവും തമ്മിൽ സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ട് എന്ന് വരെ ന്യൂറോ സയൻസ് കണ്ടെത്തി. ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഭാഗമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ പഴയത് പുതിയത് പറയുന്നത് വാസ്തവത്തിൽ പഴയ പാഠപുസ്തകവും പഴയ പരീക്ഷയും പഴയ പഠിപ്പിക്കലല്ല, മറിച്ച് ഫോർമൽ എഡ്യൂക്കേഷനും ഫോർമൽ അല്ലാത്ത എഡ്യൂക്കേഷനും, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഊന്നുന്ന എഡ്യൂക്കേഷനും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ നിരാകരിക്കുന്ന എഡ്യൂക്കേഷനും, ഇങ്ങനെയാണ് തരത്തിൽ വന്നിട്ടുള്ളതെന്നാണ് എന്റെ അഭിപ്രായം. ടീച്ചർ